എന്തോ ഒന്നുള്ളത് കൊണ്ടാണല്ലോ നീ പൂച്ചയെ പോലെ പതുങ്ങി വന്ന് ഇവിടെ മുഴുവനും അരിച്ചു പറക്കിയത്. വേഗ സ്ഥലം കാലിയാക്കിക്കോ. വിട്ടോ വിട്ടോ, ഇല്ലെങ്കിൽ ഞാനിത് സീനാക്കുവേ. എന്തോ ഉണ്ടല്ലോ. കണ്ടുപിടിക്കാം. എന്തിനാ ചേച്ചി ഇങ്ങനെ മെനക്കെട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ആ, എന്തു പറ്റി? നേരെ എത്ര ആയിട്ട് ഉറക്കൊന്നുമില്ല ചേച്ചിക്ക്? എങ്ങനെ ഉറക്കം വരും? ഇനി ഞാൻ ഉറങ്ങണമെങ്കിൽ അവൾ എന്നേക്കുമായിട്ട് ഉറങ്ങണം, ആ അടുക്കളക്കാരി. എന്നാലും അവൾ എന്റെ നേർക്ക് കൈ ചൂണ്ടി സംസാരിച്ചു. പ്രതാപായി എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ ഇട്ടാലും വേണ്ടില്ല, എന്നിട്ട് ഞാൻ വേണേ ജയിലിൽ പോയി കിടന്നോളാം. ചേച്ചി ഇപ്പൊ എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട. കൊല്ലാനും കിണറ്റിലിടാനും ഒക്കെ വേറെ ആൾക്കാരുണ്ട്. അത് ഞാൻ ചെയ്തോളാം കേട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അടുക്കളക്കാരുടെ കാര്യമല്ല, അകത്ത് കിടക്കുന്ന ആളിന്റെ കാര്യമാണ്. ആര്? ഗോപിയേട്ടനോ? തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ എന്ത് ചെയ്യാൻ കഴിയൂടാ? അയാൾ എത്ര കാലം മച്ചു നോക്കി കിടക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ ചേച്ചി. ചിലപ്പോ നമ്മളൊക്കെ തെക്കോട്ടെടുത്താലും അയാൾ ആ കിടപ്പ് തന്നെ കിടക്കും. എത്ര കാലം എന്ന് വെച്ചാ ചേച്ചി അയാളെ ചുമക്കുക? അതിനൊരു പരിഹാരം കണ്ട ബാക്കിയൊക്കെ ഓക്കെ. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഗോപിയേട്ടൻ ഇപ്പോ വെറും ശവത്തിന് സമമാ. ശവത്തിന് കാവലിരിക്കുന്നത് മെനക്കെട്ട പണിയാ. പക്ഷേ ചത്തു കിട്ടണ്ടേ? അതുവരെ സഹിച്ചല്ലേ പറ്റൂ. ചാവുന്നില്ലേ കൊല്ലണം. പ്രതാപ നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. അയാള് പയറുമണി പോലെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന സമയത്ത് പോലും ചേച്ചിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലല്ലോ. ഉണ്ടോ? കുറെ മനക്കോട്ട കെട്ടിയുണ്ടാക്കി ഉറക്കം ഉളച്ചു തന്നെ മെച്ചം. അയാൾ ഈ കിടപ്പ് അനന്തകാലത്തോളം കിടന്ന ചേച്ചിയുടെ ഈ കാത്തിരിപ്പ് അതിനനുസരിച്ച് നീണ്ടു പോകും. എന്തായാലും വയ്യാണ്ട് കിടപ്പല്ലേ. ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ അയാളുടെ ജീവൻ പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞ കിട്ടാനുള്ളതും വാങ്ങി ചേച്ചിക്ക് ചേച്ചിയുടെ പാട് നോക്കി പോവാം. ചെയ്താലോ? കാര്യം ശരിയാ, പക്ഷേ ഗോപിയേട്ടനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ. അയ്യോ പാവം. അപ്പൊ ചേച്ചി ഇന്നേ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടില്ലല്ലോ അല്ലേ? അതല്ലടാ ഞാൻ പറഞ്ഞത്. കൊന്നറപ്പ് തീർന്ന കയ്യായത്. ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ ഇനിയും കൊന്നേ തീരുവെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാനുള്ള ചങ്കുറപ്പ് ഈ പ്രഭാവതിക്കുണ്ടടാ. പക്ഷേ ഗായത്രിയെ തീർക്കുമ്പോ വിശാല് വെറും കുട്ടിയാ. എന്നാ ഇപ്പൊ അവനെന്തെങ്കിലും സംശയം തോന്നിയാ അവൻ തിരിച്ചടിക്കും. തടയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് ചേച്ചി പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. വിശാലിനെ മാത്രമല്ല, ആ പാർവതിയെ നമ്മൾ സൂക്ഷിക്കണം. കഴുകൻ കണ്ണുകളുമായി റോന്തു ചുറ്റി നടക്കാവള്. അവളുടെ കണ്ണ് വെട്ടിച്ച് ഒരു സെക്കൻഡ് പോലും ഗോപികളിന്റെ അടുത്തേക്ക് ചെല്ലാനേ പറ്റില്ല. അവളുടെ കണ്ണ് വെട്ടിക്കണം. അതിനൊരു വഴി കണ്ടുപിടിച്ച കാര്യം സക്സസ്. ഒരു വെടിക്ക് 2 പക്ഷി. ഒരു വഴിയുണ്ട്. പറയച്ചി, എന്താ അത്? ഹോം നഴ്സ്. ഹോം നഴ്സാ? ഗോപിയേട്ടനെ പരിചരിക്കാൻ ഇവിടെ ഒരു നഴ്സ് വരണം. പേഷ്യന്റിന് ഫുഡ് കൊടുക്കുന്നതും മെഡിസിൻ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഡ്രസ് അലക്കുന്നതും എല്ലാം ഹോം നഴ്സിന്റെ ഡ്യൂട്ടിയാ. ഒരു കിടപ്പ് രോഗി
കാലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ട ഒരിക്കലും ഹോം നഴ്സിനെ ആരും സംശയിക്കില്ല. ഉഗ്രൻ ഐഡിയ ചേച്ചി. പക്ഷേ വിശാലിന്റെ പെർമിഷൻ വാങ്ങിക്കണം. വിശാൽ സമ്മതിക്കുമെന്നാ. നോക്കാൻ പാർവതി ഉള്ളപ്പോ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടോ എന്ന് വിശാൽ ചോദിക്കും. അതിനൊരു ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ വളർത്തിയ ചെക്കനല്ലേടാ അവൻ. അവന്റെ വീക്ക്നെസ് എനിക്കറിയാലോ. അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്നാ പിന്നെ ഇനി വൈകണ്ട. ആ, നീ ആളിനെ അറേഞ്ച് ചെയ്യ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഗോപിയേട്ടൻ ഇപ്പൊ ആലോചിക്കുന്ന എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്നെ എന്തിനാ ഇവളിപ്പോ വീൽ ചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതെന്ന്. ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്ന്. വേറൊന്നും കൊണ്ടല്ല ഗോപിയേട്ട. ഗോപിയേട്ടന്റെ മനസ്സിനെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ആരും അത് കേൾക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനാണ് ഈ വരാന്തയിലൂടെ ഞാൻ ഗോപിയേട്ടനെ ഉരുട്ടിക്കൊണ്ടുവരുന്നത്. ഗോപിയേട്ട, ആദ്യത്തെ പ്രശ്നം ആദ്യ ഭാര്യയായ ഗായത്രിയുടെ മരണം. അതൊരു കൊലപാതകമായിരുന്നു. മീറ്റിംഗിനായി പോയ ഗായത്രിക്ക് അവര് ചായയും കാപ്പിയും ഒക്കെ ചൂടോടെ കുടിക്കുന്ന ഫ്ലാസ്കിൽ ഞാൻ വിഷം ചേർത്തിരുന്നു. അതവർക്ക് കൊടുത്തത് എന്റെ അനുജനും ഗായത്രിയുടെ ഡ്രൈവറുമായ പ്രതാപനും. ഇനി രണ്ടാമത്തെ മനസമാധാനക്കേട്. അമേരിക്കയിൽ നിന്നും വന്ന മകൻ വിശാലിനെ ക്ഷേത്രനടയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതും പ്രതാപൻ ഒരുക്കിയ കെണിയായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രശ്നം. വിശാലിന് കുടിക്കാൻ കൊടുത്ത പാലിൽ വിഷം ചേർത്തത്. ഗോപിയേട്ട, അത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോ എനിക്ക് തന്നെ അത് കുടിക്കേണ്ടി വന്നു. ആ, ഇനി മറ്റൊന്നുകൂടി. ഈ പ്രതാപനില്ലേ, ആളൊരു മിടുക്കനാ. അന്ന് വിശാലിനൊരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ, ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് അവനായിരുന്നു കേട്ടോ. നമ്മുടെ പ്രതാപൻ. പക്ഷേ ആയുസിന്റെ ബലം കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിശാൽ രക്ഷപ്പെട്ടു. അയ്യോ ഗോപിയേട്ട, ആ ഷാൻലിയറില്ലേ, ബർത്ത്ഡേയുടെ അന്നത്തെ, അത് ചുമ്മാ പൊട്ടി വീണതല്ല, പ്രതാപൻ അറുത്തിട്ടതാ. അവിടങ്ങളിലെല്ലാം വിശാലിന് രക്ഷയായത് അവളായിരുന്നു. ആ പാർവതി, അതാണ് എനിക്ക് അവളോടുള്ള പകയ്ക്ക് കാരണവും. അവളെ തോൽപ്പിക്കാനും
ഈ കണ്ട സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാക്കാനും വേണ്ടിയാ ഞാൻ ജാസ്മിനെ കളത്തിലിറക്കിയത്. എന്നെ നിഷേധിക്കാൻ വിശാലിന് കഴിയില്ല. കാരണം അവൻ എന്നെ അമ്മയായി തന്നെ കണ്ടു. അത് ഞാനങ്ങ് മുതലാക്കി ഗോപേട്ട. ഗോപേട്ട, ഇനി ഇതെല്ലാം ഗോപിയേട്ടനോട് ഞാൻ ഏറ്റുപറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഗോപിയേട്ടൻ കരുതും ഇതെന്റെ ഒരു കുമ്പസാരമാണെന്ന്. എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണമെന്നുള്ള എന്റെ അപേക്ഷയായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. ഈ തൂക്കിലേറ്റാൻ പോകുന്നവരോട് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കാതെ തന്നെ ഗോപിയേട്ടന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ പറയട്ടെ. എന്റെ ഗോപിയേട്ടന് ഈ വീട്ടിനുള്ളിൽ കൂടി ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നടക്കണം. അതല്ലേ? പക്ഷേ അത് സാധിച്ചു തരാനേ എനിക്ക് കഴിയില്ല ഗോപിയേട്ട. കാരണം എന്റെ ഗോപിയേട്ടൻ അതിനു മുമ്പ് മരിക്കും. ഗോപിയേട്ട, ഉറങ്ങിക്കിടക്കുന്ന ഗോപിയേട്ടന്റെ കഴുത്തില് ആഞ്ഞൊന്നമർത്തിയ ഒന്ന് പിടയ്ക്കാൻ പോലും കഴിയാതെ ഗോപിയേട്ടൻ ഈ ലോകത്തോടങ്ങ് വിടയും പറയും. പക്ഷെ എന്റെ ഗോപിയേട്ടനോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഗോപിയേട്ടനെ അങ്ങനെയൊന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗോപിയേട്ടനോട് പറഞ്ഞിട്ടേ ഞാനത് ചെയ്യൂ. ഉത്തമ ഭാര്യയായി ജീവിച്ചു മരിച്ച് സ്വർഗം കിട്ടാനൊന്നും അല്ല ഞാൻ ഇയാളുടെ ഭാര്യയായത്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാ. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തോണ്ടങ്ങ് പോവും. ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവില്ലേ? അയ്യോ, ടൈം ഒത്തിരിയായി. ഇനി ഗോപിയേട്ടന് ബെഡ് ടൈം അല്ലേ? കിടന്നുറങ്ങാം. പോവാം. എന്റെ ഉദയനൂരമ്മേ, അച്ഛനെ ആരോ അപായപ്പെടുത്താൻ വരുന്നു. ആരായിരിക്കും അത്? അയ്യോ, അച്ഛാ, അച്ഛാ, അച്ഛാ. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല, പേടിക്കണ്ട.
അച്ഛ. ഞാൻ വെറുതെ നോക്കാൻ വേണ്ടി വന്നതാ, ഒന്നുമില്ല. നീ എന്താ ഇവിടെ? അത് ഞാൻ എന്താ സുശീലേ, എന്താ ഇവിടെ? ഫുഡും ടാബ്ലറ്റും കൊടുത്ത് ഏട്ടൻ ഉറങ്ങിയിട്ടല്ലേ നമ്മൾ ഇവിടുന്ന് പോയത്? ആ, ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാന്ന് ഇവളോട് ഞാൻ പറയുകയും ചെയ്തതാ. എന്നിട്ട് എന്തുണ്ടായി അത് പറയൂ. ഇവളീ മുറിക്കകത്ത് നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ വന്ന് നോക്കിയത്. നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോ ഇവക്കൊരു പരിങ്ങല്. ഇവള് ഏട്ടനെ അപായപ്പെടുത്താൻ വന്നതാണോന്ന് എനിക്കൊരു സംശയം. അയ്യോ അപ്പച്ചി, ഞാനോ? ഡി, നീ എന്തിനാ ഇപ്പൊ ഈ മുറിയിൽ വന്നത്? അത് അമ്മേ, ഞാൻ ഗോപിയേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, സുശീലയുണ്ട്. ഞങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഗോപിയേട്ടനെ നോക്കാൻ ഞങ്ങൾ ആരും നിന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ നീ എന്തിനാ ഈ മുറിയിൽ വന്നത്? പറയൂ. സുശീലേച്ചി പറഞ്ഞു തന്നെ ഇവളുടെ ഉദ്ദേശം. അതിനാദ്യം അളിയനെ ചാക്കിട്ട് പിടിച്ച് വിശാലിന്റെ ഭാര്യ എന്ന സ്ഥാനം നേടിയെടുത്തു. എന്നാൽ എഗ്രിമെന്റ് പ്രകാരം വിശാലിന്റെ സ്വത്തൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അളിയൻ ജീവിച്ചിരിക്കുന്നതാണല്ലോ അതിനൊരു തടസ്സം. അളിയൻ തീർന്നു കിട്ടിയ വലിയൊരു തടസ്സം തീർന്നു കിട്ടുമെന്ന് മനസ്സിലാക്കി എഴുന്നേക്കാൻ പോലും ത്രാണിയില്ലാത്ത അളിയനെ കൊല്ലാൻ തന്നെ ഇവള് വന്നത്. ഒരു സംശയമില്ല ചേച്ചി. എന്റെ ഉദയനൂരമ്മേ, മനസ്സിലെ ദുഷ്ടതരം വെച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ സർവീസ് അങ്ങ് അടുക്കളയിൽ മതി. അടുക്കളയിൽ നിന്ന് നീ പുറത്തിറങ്ങിയ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഒടിക്കും. പൊടി ഇടി ഇറങ്ങി പോവാൻ. എന്താ എന്താ പാർവതി, എന്താ ഇവിടെ? വിശാൽ, ഇവളെ ഈ കുടുംബത്തിൽ വെച്ച് വഴിക്കാൻ പാടില്ലെന്ന് അന്നേ പറഞ്ഞതല്ലേ? എന്നിട്ട് അത് അനുസരിക്കുന്നതിന് പകരം ഗായത്രിയുടെ കസേരയിൽ പിടിച്ചിരുത്തുകയല്ലേ ചെയ്തത്? എല്ലാവരും തലേ കയറ്റി വെച്ചതോടെ ഇവള് തനി നിറം കാണിക്കാൻ തുടങ്ങി. എന്താ ഉണ്ടായെന്ന് പറയ്. ഈ പാർവതി എന്ത് ചെയ്തെന്നായി പറയുന്നേ? ഏയ് ഒന്നുമില്ല, അളിയനെ ഒന്ന് കൊല്ലാൻ നോക്കി. സംശയം തോന്നി സുശീലേച്ചി വന്ന് നോക്കിയോണ്ട് രക്ഷപ്പെട്ടു. വിശാൽ സാറേ, അപ്പച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാ. ഉദയനൂരമ്മ എന്റെ മനസ്സിൽ ഒരു കാഴ്ച കാണിച്ചു തന്നു. ഞാൻ പേടിച്ച് അച്ഛനെ നോക്കാൻ വന്നതാ, അല്ലാതെ അപ്പച്ചി പറയുന്ന പോലെയൊന്നും അല്ല. സാരമില്ലമ്മേ, ഞാൻ അമ്മയോട് പറയാനിരിക്കായിരുന്നു. അച്ഛനെ ഇവിടെ കിടത്തിയാ പോരാ, ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഹോസ്പിറ്റലിലേക്ക് മാറ്റാനോ? എന്തിന്? ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലെ തന്നെയല്ലേ ഗോപിയേട്ടൻ ഈ മുറിയിൽ കിടക്കുന്നത്. ഞങ്ങൾ നല്ലതുപോലെ പരിചരണവും കൊടുക്കുന്നുണ്ട്. അത് പോരമ്മേ. എടാ, ഇവിടെ കിടക്കുന്നതായിരിക്കും അളിയന് ഇഷ്ടം. വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടുകൊണ്ട് കിടക്കുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ. വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാം അല്ലേ? വേണമെങ്കിൽ എന്നല്ല, വേണം. ഹോം നഴ്സിനെ വെക്കണം. അതെന്റെ തീരുമാനമാണ്. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തോണ്ടങ്ങ് പോവും. ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ എന്താ? വീട്ടിൽ വന്ന് രോഗികളെ പരിചരിക്കുന്ന നഴ്സ്. അങ്ങനെ ഒരു നഴ്സിനെ വയ്ക്കാനാ അമ്മ പറഞ്ഞത്.